ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേരാണ് ലില്ലി. പൂജ വന്നോ അമ്മ? ആ പൂജ, ഞാൻ വന്നു. പൂജ ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഞാൻ പോയപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പൂജ ഹോസ്പിറ്റലിൽ പോയി. പൂജ ആഘോഷിനെ കാര്യം അറിയില്ല. രാത്രി 6:30 ഒരു കാർ വന്നു. 7 ബോയ്സ് ഇറങ്ങി വന്നു. അവരെ അമ്മക്ക് നിൽക്കുന്ന കണ്ടു. പറഞ്ഞു കേൾക്കുമ്പോൾ അവർ കാത്തു നിന്നു. ഗോസ്റ്റ് വന്നു. അത് ഗോസ്റ്റ് ഹോസ്പിറ്റലാണ്. പൂജക്കറിയില്ലായിരുന്നു അതിൽ ഗോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗോസ്റ്റ് പറഞ്ഞു, ഗോസ്റ്റിൻ്റെ പേരാണ് സഞ്ജു. ഗോസ്റ്റ് പറഞ്ഞു. വന്നു പറഞ്ഞു. റോസ് ഗോസ്റ്റ് പറഞ്ഞു, അവളൊന്നും ചെയ്യരുത്. അപ്പോൾ അവൾ മനുഷ്യരായി മാറി. അപ്പോൾ ഹീറോയുടെ അമ്മനെ സുഖമാക്കി. അപ്പോൾ ഹീറോയുടെ അമ്മ ഹോസ്പിറ്റലുണ്ടായി. അപ്പോൾ ഹീറോയുടെ അമ്മ വീട്ടിലേക്ക് വന്നു. ഹീറോയ്ക്ക് സന്തോഷമായി, എൻ്റെ അമ്മ വന്നു. അപ്പോൾ ഇവർ 47 ബോയ്സ് ഒരു കാറിൽ വന്നായിരുന്നു. അപ്പോൾ ഒരു മുത്തശ്ശൻ പറഞ്ഞായിരുന്നു, ഈ പ്ലേസിലേക്ക് പോകണം. അങ്ങനെ പ്ലേസ് പറഞ്ഞു. അപ്പോൾ ആ പ്ലേസിൽ ഇവരെല്ലാവരും, അത് ആരെ പ്ലേസുമല്ല, അത് ഹീറോയുടെ വീടാണ്. അപ്പോൾ ഇവരെല്ലാവരും സന്തോഷമായിരുന്നു. ആ പ്ലേസിലെത്തിയപ്പോൾ ഇവർക്കെല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഹീറോയിന് എല്ലാവർക്കും പിടിച്ചു. അപ്പോൾ കല്യാണം നടന്നു. ഹാപ്പി ആയിരുന്നു. പിന്നെ കുറേ ഡേയ്സ് കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം കഴിഞ്ഞു. അപ്പോൾ കുറേ ഡേയ്സ് കഴിഞ്ഞു. ഹീറോയ്ക്ക് ഒമിറ്റ് ചെയ്തു ഹീറോ. അപ്പോൾ ഇവർ വന്നു, എന്ത് പറ്റി? അപ്പോൾ ഹീറോ പറഞ്ഞു, എന്തോ പറ്റി. അപ്പോൾ ഹീറോയിൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹീറോയി പ്രഗ്നൻ്റ് ആണ്. പിന്നെ കുറേ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് ബേബി ജനിച്ചു. 8 കുട്ടികളാണ്. 7 പേർ ആൺകുട്ടി, പിന്നെ ഒരു ഗേൾ കുട്ടി. കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഡേയ്സ് കഴിഞ്ഞ് കുട്ടികളെല്ലാം വളർന്നു വലുതായി. സ്കൂൾക്കെല്ലാം പോകാൻ തുടങ്ങി. പോയി. കുട്ടി ഇങ്ങനെ ചാടി കളിക്കരുന്നേ, നിൽക്ക്. അപ്പോൾ ഹീറോ പറയും, എന്തോ ഒരു ഇപ്പോഴത്തെ കിടാക്കൾക്ക് നല്ല ഇപ്പോഴത്തെ എത്ര കിടാക്ക. ഹീറോ എങ്ങനെ പറയാൻ. അപ്പോൾ ആ ഗോസ്റ്റ് ഇങ്ങനെ റോസ് ഗോസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഹീറോയ്ക്ക് കാണില്ല, അവർ ഇങ്ങനെ പേടിച്ചു. പിന്നെ ആ റോസ് ഗോസ്റ്റ് ഇങ്ങനെ നോക്കി ഈ കുഞ്ഞുങ്ങളെല്ലാം. അപ്പോൾ ഈ റോസ് ഗോസ്റ്റ് വെച്ചു, എന്ത് ഇവർക്ക് ബേബിയെല്ലാം പോയോ. അപ്പോൾ ഹീറോ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹീറോയിന് അറിയാമായിരുന്നു ഇതൊരു ഡോക്ടർ ഗോസ്റ്റ് ആയിരുന്നു. നല്ല ഡോക്ടർ ഗോസ്റ്റ് ആയിരുന്നു. ഗോസ്റ്റ് എല്ലാവരെയും സഹായിക്കുന്ന നല്ലൊരു ഗോസ്റ്റ് ആയിരുന്നു. ഒരു വില്ലന്മാർ ഈ ഡോക്ടറിനെ കൊന്നു കളഞ്ഞു. അപ്പോഴാണ് ഗോസ്റ്റ് ആയത്. ആ ഗോസ്റ്റ് ഹീറോയിന് അറിയാം. ഹീറോയിൻ ഇങ്ങനെ വരുമ്പോൾ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒരു സ്കൂളിലെല്ലാം പഠിച്ചുകൊണ്ടായിരുന്നു. ഇവർ സീനിയറായിരുന്നു, ഹീറോയിൻ ജൂനിയറായിരുന്നു. ഹീറോ +1 ആയിരുന്നു, ഇവർ ഡിഗ്രി 3rd ഇയർ ആയിരുന്നു. അപ്പോൾ ഇവൾ ഇങ്ങനെ ഹീറോയിനെ കുറേ കാണുമായിരുന്നു. ഹീറോയിൻ ഇവിടെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നല്ല കുട്ടികളോ ഇങ്ങനെ നോക്കുന്നു. ഞാനിങ്ങനെ പിന്നെ അവൾ നിശ്ചയിച്ചു. അവളുടെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു, ഞാൻ ഡോക്ടറാവും.
ഗോസ്റ്റിക്ക് ഇങ്ങനെ ഒരു ബേബി, 2 ബേബിയാണ്, ഒരു ബോയ് ബേബി ഒരു ഗേൾ ബേബി. ഹീറോയിനെ നോക്കുന്നു ഗോസ്റ്റ്. അപ്പോൾ ഇങ്ങനെയെല്ലാം. അപ്പോൾ ഹീറോയിൻ്റെ 2 കുട്ടികൾ അധികമുണ്ടായിരുന്നു. ഗോസ്റ്റിക്ക് ആ 2 കുട്ടികൾ, ഗോസ്റ്റ് ആ ബോയ് ബേബിയും ഗേൾ ബേബിയും ഹീറോയിനെ വളർത്താൻ കൊടുത്തിരുന്നു. ഓരോ ഫ്രണ്ട്സായിരുന്നു. ഹീറോയ്ക്ക് അറിയാം ആ ഗോസ്റ്റ് ആരാണ്. ഹീറോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂടിക്കൊണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഗോസ്റ്റിൻ്റെ ബേബിനെല്ലാം കൊടുത്തത് ഹീറോ കുറച്ച് വലുതായി കുറച്ച് വരെ 2ാം ക്ലാസ് 3ാം ക്ലാസ് എല്ലാം പഠിക്കിട നല്ല എല്ലാ 10 ബേബിയാണ്. നല്ലോണം 10 ബേബീസാണ്. നല്ലോണം പഠിക്കുന്നു. 8ാം ക്ലാസ്സിലെത്തി. നല്ല പഠിക്കുന്ന ബേബീസാണ് ഇവർ. ഇങ്ങനെ ഹീറോ പറഞ്ഞു, നിക്കടാ, എന്ത്, നിൽക്ക്, എല്ലാവരും നിനക്ക് ഞാനൊരു സാധനം എത്തിടാം. ഇതാ നിങ്ങളെ അച്ഛൻ കിടന്നതാണ്, ഒരു ചോക്ലേറ്റ്, ഇതാ കഴിക്കും, എനിക്കും വേണം. അങ്ങനെ പറഞ്ഞ് എല്ലാ കുട്ടികളും. അപ്പോൾ ആ ഗോസ്റ്റ് ഇങ്ങനെ വന്നായിരുന്നു. ഗോസ്റ്റ് നോക്കിക്കൊണ്ട് എൻ്റെ ബേബിനെ ഒരേ പണിയാണ് നോക്കുന്നത്. അപ്പോൾ ഗോസ്റ്റ് വന്ന് പറഞ്ഞു, എൻ്റെ ബേബിനെ ഒന്നും ചെയ്യരുത്, എനിക്ക് വിശ്വാസമുണ്ട്, നീ ഒരു നല്ലൊരു പെണ്ണാണ്. അങ്ങനെ ഗോസ്റ്റ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ. അപ്പോൾ എല്ലാവരെയും കൂർക്കെല്ലാം അയച്ചു. ഗോസ്റ്റ് ഇങ്ങനെ വന്നു. പിന്നെ കട്ട ഗോസ്റ്റ് വരുന്നു. അപ്പോൾ ആ നല്ല റോസ്ക്ക് മനസ്സിലായി ഇത് കട്ട ഗോസ്റ്റ്. അപ്പോൾ റോസ് കൊന്നു കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഹാപ്പിയായി, നല്ല ജോളിയായിട്ടിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഹാപ്പി എൻഡിങ്.